വെൽക്കം ബാക്ക് ടു ജോബ് ദ ഇന്ത്യൻ ഫാമർ. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാർജിൻ ഫ്രീ വാങ്ങിയ പേരക്കയാണിത്. അപ്പം ഇത് മൂന്നെണ്ണം 1 കിലോ ഉണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പേരക്കയാണ്. 120 രൂപ 1 കിലോ പേരക്കയ്ക്ക്. ഈ പേരക്ക ഇപ്പം നമ്മൾ മണത്ത് നോക്കുകയാണെങ്കിൽ മുമ്പൊക്കെ പേരക്ക മണക്കുമ്പോൾ ഒരു മണം പേരക്കയുടേതായിട്ടുള്ളൊരു മണം ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഒക്കെ പലരും ഇത് വാങ്ങിക്കുന്നുണ്ടാവും. പേരക്കയ്ക്ക് ഒരു മണം പ്രത്യേകിച്ച് പല പേരക്കയ്ക്കും ഇല്ല, ഇതിനില്ല. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് ഇന്ന് മുറിച്ച് തിന്നു ഇന്നലെ. അപ്പോൾ അതൊരു ലൈറ്റ് റോസ് കളറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വെറൈറ്റി പേരക്ക വരുന്നുണ്ട്. തായ് പിങ്ക് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ട് തായ് പിങ്ക്. അത് വീട്ടിലുണ്ടാകുമ്പോൾ അത്യാവശ്യം ഒരു പിങ്ക് കളർ വരാറുണ്ട്. ഇത് മുറിക്കുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക്, വെള്ളയല്ല, നമുക്ക് നോക്കിയാലും അറിയാം ഇത് പിങ്കിലേക്ക് പോവാൻ സാധ്യതയുള്ള ഒരു കളർ. അങ്ങനത്തെ ഒരു കളറിലുള്ള പേരക്ക ഇടയ്ക്ക് വരുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഈ പേരക്ക വീട്ടിലുണ്ടായതാണ്. ഇത് കാര്യം ചെറുതാണെങ്കിലും ഇതിന് ശരിക്കും നല്ല മണമുണ്ട്. ഈ പേരക്കയ്ക്ക് പ്രത്യേകിച്ച് ആ പേരക്കയുടെ വെറൈറ്റി അനുസരിച്ച് മണത്തിനും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇതിന് ആ ഗുവാവ പേരക്കയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു മണം തന്നെയുണ്ട്. ഇതിങ്ങനെ അകത്തിരുന്നാല് വീട്ടിലിപ്പോൾ പൊട്ടിച്ചുകൊണ്ട് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് അകത്തേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ മണം കിട്ടും. ഇത് തമിഴ്നാട്ടിലെ പഴനി നിങ്ങൾക്ക് അറിയാം. പഴനിയിലെ അയക്കുടി എന്ന് പറയുന്ന സ്ഥലമാണ് പേരക്കയുടെ സൗത്ത് ഇന്ത്യയിലെന്നല്ല, ഇന്ത്യയിലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറയാം. കണ്ടമാനം പേരക്ക ഈ ആയക്കുടി, പഴയ ആയക്കുടിയും പുതു ആയക്കുടി, 2 സ്ഥലം. ഇപ്പൊ ആ വഴിക്ക് അങ്ങനെ ഡിണ്ടിഗൽ, ട്രിച്ചി, വെളങ്കണ്ണി അങ്ങനെ ആ റൂട്ടിലൊക്കെ പോകുന്നവര് കണ്ടിട്ടുണ്ടാവും. അവിടെ ഇതിന്റെ സെയില് അവിടെ നിന്ന് ഇവിടെ കേരളത്തിൽ ഇപ്പൊ തൃശ്ശൂർ ഞാൻ കാണാറുണ്ട്. കേരളത്തിലും കൊണ്ടുവന്ന് തമിഴന്മാര് വിൽക്കുന്നുണ്ട്. 100 രൂപ പച്ച പേരക്കയും അതുപോലെ 160 രൂപയോ മറ്റാണ്. എന്താണെന്ന് വെച്ചാൽ ട്രിച്ചിയിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് പോയപ്പോൾ അവിടെ നിന്ന് ചോന്ന പേരക്ക വാങ്ങിയത്. വലിപ്പമുണ്ട് കേട്ടോ, ഇതിലും കുറച്ചുകൂടി വലിപ്പമുണ്ട്. ഈ വലിപ്പമൊന്നും ഇല്ല, ഇതിലും കുറച്ചുകൂടി വലിപ്പമുള്ള പേരക്ക ഞാൻ വാങ്ങിയത് 160 രൂപ കിലോന്. ഞാൻ 1/2 കിലോ വാങ്ങിയുള്ളൂ. പക്ഷേ അതിനേക്കാളൊക്കെ ഇത് മുറിച്ചാലറിയാം, അതിനേക്കാളൊക്കെ നല്ല ചോപ്പ കളറിൽ. അവിടെ ഇപ്പം നിങ്ങളിവിടെ വഴിയോരങ്ങളിൽ കാണാം ഈ തമിഴന്മാർ വിൽക്കുന്ന പേരക്കയ്ക്കൊക്കെ നല്ല ചുവപ്പ് കളറുണ്ട്. അത് നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വാങ്ങിച്ച് മുറിച്ച് നോക്കുമ്പോൾ അതിൽ ഈ പറയുന്ന അത്ര ചുവപ്പൊന്നും അവിടെ വഴിയിൽ അവരുടെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ള ഡെമോ പീസിൽ കാണുന്ന അത്ര ചുവപ്പൊന്നും ഇതിൽ കിട്ടില്ല. പക്ഷേ ഈ പേരക്ക നല്ല ചുവപ്പ് കളറാണ് ഉള്ളില്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്, മധുരമുണ്ട്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ സ്മെല്ലാണ് അതിൻ്റെ, ഭയങ്കര ഒരു അട്രാക്റ്റീവ് സ്മെല്ലാണ് ഈ പേരക്കയ്ക്ക്. ഇതിപ്പോൾ ഇന്ന് രാവിലെ 2 പൊട്ടിച്ചാണ്, നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് തിന്നാന്ന് മാത്രം. ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയും അതുപോലെ പേരക്കയിലുള്ള മറ്റു ഗുണങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ പേരക്ക പല ഫ്രൂട്ട്സിൻ്റെയും ഇപ്പോൾ വരുന്ന പുതിയ ഹൈബ്രിഡ് എന്നൊക്കെ പറഞ്ഞു വരുന്ന പല ഫ്രൂട്ട്സിൻ്റെയും പല ക്വാളിറ്റീസും ഈ പറഞ്ഞ മാതിരിയുള്ള പ്രത്യേകിച്ച് അതിൻ്റെ മണങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. പൈനാപ്പിൾ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് മണമുണ്ട്. പക്ഷേ ഇത് പേരയ്ക്ക ഒരു ഇനം മണം നഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിലും ഇപ്പോൾ ഞാവൽപ്പഴം പുറത്തുനിന്ന് വന്നിരുന്നു, ആന്ധ്രയിൽ നിന്ന് വന്നിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്, തമിഴ്നാട്ടിൽ നിന്നും. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഈ സീസണിൽ ഇപ്പോൾ ഈ വർഷം ഞാവൽപ്പഴം വന്നിട്ടുള്ളത് 160 രൂപ കിലോ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് 100 രൂപയ്ക്കും കിലോന് കാണാനുണ്ട്. 120 രൂപ പല വിലകളിലും. ഇത് തമാശ ഇതല്ല, ഇത് ഒരു 2-3 കൊല്ലം ആ കോവിഡിന്റെ ഒക്കെ സമയത്തും അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഞാവൽപ്പഴം കിലോന് 100 രൂപ എന്ന് പറഞ്ഞാൽ 1 കിലോന് 400 രൂപ വരെ വിലയുണ്ടായിരുന്നു. ആ സാധനമാണ് ഇപ്പൊ വില ഇടിഞ്ഞ് ഇത്രയായത്. അതുപോലെ തന്നെ പല ഫ്രൂട്ടുകളും ഇപ്പോൾ വരണ സമയത്ത് കേരളത്തിലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നല്ല വില ഉണ്ടാവും. പിന്നെ എല്ലാവരും ആ കൃഷിയിലേക്ക് തിരിയുമ്പോൾ അതിൻ്റെ വില വളരെ കുറഞ്ഞു പോവാണ്. അപ്പോൾ ഇതാണ് പേരക്ക വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ഈ പേരക്കകൾ മുറിച്ച് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു വീഡിയോയിൽ. 2 പേരക്ക, നാടൻ പേരക്ക പഴനി റെഡ്, വലിയ പേരക്കകൾ തായ് പിങ്ക്. ഇതിപ്പോൾ ഇവിടെ ചെറിയ പേരക്കയാണ് ആദ്യം മുറിക്കണത്.
അതിൻ്റെ ഉള്ളിൽ ആ കളറ് ക്ലോസപ്പ് വരുമ്പോൾ അറിയാം. പഴനി റെഡ്. ഇതാണ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള പേരക്കായ. തായ് പിങ്ക് എന്ന് പറയുന്നതിൻ്റെ ഇതാണ്ട് ഒരു ലൈറ്റ് പിങ്ക് കളറുണ്ട്. അതേസമയം ആ മറ്റേ പേരക്കായ അത്യാവശ്യം നല്ല റെഡ് കളറാണ് ഉൾഭാഗത്ത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.